നമസ്കാരം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ PSC പഠിതാക്കൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഭരണഘടന എന്ന ടോപ്പിക്കുമായാണ്. നമുക്കറിയാം, PSC പഠിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടന. കാരണം മലയാളവും ഇംഗ്ലീഷും കഴിഞ്ഞാൽ മാത്സും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഭരണഘടന. കാരണം കുറച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യാനായി സാധിക്കും. എന്നാൽ കുറച്ചാളുകൾക്കെങ്കിലും അതൊരു ഇഷ്ടമില്ലാത്ത ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നാം ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഭരണഘടന വളരെ ലളിതമായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനോട് ഇഷ്ടം കാണിച്ചാൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ ഭരണഘടന എങ്ങനെ പഠിച്ച് അതിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാമെന്ന് നമുക്കിവിടെ നോക്കാം. നാം ഇവിടെ ഭരണഘടനയിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നോക്കുന്നത്. ഭരണഘടന എങ്ങനെ ഉണ്ടായി, ഇന്ത്യക്ക് എങ്ങനെ ഒരു ഭരണഘടന നിലവിൽ വന്നു എന്നത് നമുക്കിന്നിവിടെ നോക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക് എടുത്ത് പഠിച്ച് ഇഷ്ടത്തോടെ ഒരു കഥ പോലെ പഠിച്ചാൽ നമുക്ക് ഭരണഘടനയുടെ ഫുൾ ടോപ്പിക് കവർ ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളും നോക്കി നമുക്ക് ഭരണഘടനയിലെ മുഴുവൻ മാർക്കും എളുപ്പം സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായത്? ആരാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്? ഇതെല്ലാം നമുക്കിന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതാണോ ഇന്ത്യൻ ഭരണഘടന? അല്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ഒരു ആവശ്യം ഉന്നയിച്ചത് MN റോയിയാണ്. MN റോയിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി. 1934 MN റോയ് ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യമായി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് MN റോയ്. 1934 MN റോയ് ഈ ആവശ്യം ഉന്നയിച്ചത്. അത് ആവശ്യപ്പെട്ട പത്രമാണ് ഇന്ത്യൻ പാട്രിയോട്ട്. അടുത്തതായി ഭരണഘടന ആവശ്യപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയാണ് ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട ആദ്യ രാഷ്ട്രീയ പാർട്ടി. MN റോയ് എന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ ആസൂത്രണത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് MN റോയ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് 1934 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. അതിനുശേഷം 1937 ഫൈസാപൂർ സമ്മേളനത്തിൽ അവർ ഔദ്യോഗികമായി ഇതേ ആവശ്യം ആവർത്തിച്ചു. ഈ രണ്ട് സമ്മേളനങ്ങളിലും അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ INC ഔദ്യോഗികമായി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1937 ഫൈസാപൂർ സമ്മേളനമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം പറഞ്ഞത് നമുക്കൊന്നുകൂടി നോക്കാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി ആരാണ്? MN റോയ്. MN റോയ് ഏത് പത്രത്തിലൂടെയാണ് അത് ആവശ്യപ്പെട്ടത്? ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ 1934 അത് ആവശ്യപ്പെട്ടത്. എന്നാൽ INC ഈ ആവശ്യം ഉന്നയിച്ചത് 1937 ഫൈസാപൂർ സമ്മേളനത്തിലൂടെയാണ് ഔദ്യോഗികമായി INC ഈ ആവശ്യം ഉന്നയിച്ചത്. ഇനി ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഭരണഘടന പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് അത് തങ്ങി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 1937 ഫൈസാപൂർ സമ്മേളനത്തിൽ INC ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ അതിന് അംഗീകാരം നൽകിയത്. അപ്പോൾ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ലിൻലിത് പ്രഭു. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയിയാണ് ലിൻലിത്. ഇനി ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനമല്ല, എന്നാൽ ഭരണഘടന നിർമ്മാണ സമിതിയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് 1946 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. അതാണ്
ക്യാബിനറ്റ് മിഷൻ എന്ന് അറിയപ്പെടുന്നു. ഈ ക്യാബിനറ്റ് മിഷന്റെ സന്ദർശനമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്. 1946 മാർച്ച് 24 തീയതിയാണ് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ദിവസമാണ് 1946 മാർച്ച് 24. 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്നീ 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ പെത്വിക് ലോറൻസ് ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ തലവൻ. ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷൻ. അത് ഇന്ത്യയിലെത്തിയ വർഷം 1946 മാർച്ച് 24. 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്: പെത്വിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ഈ ക്യാബിനറ്റ് മിഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് ആണ് 1946 മെയ് 16. 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. ഈ ഒരു ഭാഗത്തു നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനാ സഭയുടെ രൂപീകരണത്തിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ കാരണമായത്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. 3 അംഗങ്ങളുടെ പേരുണ്ടാകും, 4ാമത് മറ്റൊരാളുടെ പേരായിരിക്കും. അതിൽ നിന്ന് ആരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 3 അംഗങ്ങളുടെയും പേര് അറിഞ്ഞിരിക്കണം. പെത്വിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സർ സ്റ്റഫോർഡ് ക്രിപ്സ് എന്നീ 3 അംഗങ്ങളാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അതുപോലെ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് 1946 മെയ് 16, ഇന്ത്യയിലേക്ക് എത്തിയ ദിവസം 1946 മാർച്ച് 24. ഈ 4 കാര്യങ്ങൾ കൃത്യമായി ഓർത്തുവയ്ക്കണം. അടുത്തതായി ഭരണഘടനാ സഭയുടെ രൂപീകരണത്തെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ സഭ അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ച ദിവസമാണ് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ സഭ രൂപീകരിച്ചത്. ഈ ഭരണഘടനാ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9. അപ്പോൾ ആദ്യമായി സഭ രൂപീകരിച്ച ദിവസമാണ് 1946. അതിന്റെ ആദ്യ സമ്മേളനം നടന്നതാണ് 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനത്തിന്റെ ആദ്യമായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JP കൃപലാനി. ആദ്യ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് JP കൃപലാനി. ആദ്യമായുള്ള അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ആദ്യ സമ്മേളനത്തിൽ ഭരണഘടനാ സഭയുടെ ആദ്യ അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ഭരണഘടനാ സഭയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത് ഒരു താൽക്കാലിക അധ്യക്ഷൻ ആയിരുന്നു. ഇനി ഭരണഘടനാ സഭയ്ക്ക് ഒരു സ്ഥിര അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് 1946 ഡിസംബർ 11 ഭരണഘടനാ സഭയ്ക്ക് സ്ഥിര അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. അത് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ വെച്ചാണ് ആദ്യ സമ്മേളനം കൂടിയത്. മുമ്പ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന് അറിയപ്പെട്ടിരുന്നു. ഇന്നത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്ന് അറിയപ്പെടുന്നു. അവിടെ വെച്ച് കൂടിയ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. ഈ 207 അംഗങ്ങളിൽ 9 വനിതകൾ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് പാർട്ടി നമ്മുടെ ഈ ആദ്യ സമ്മേളനത്തിൽ നിന്ന് ബഹിഷ്കരിച്ചു. ആദ്യമായി സമ്മേളനം കൂടിയത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച്. അതിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207. അതിൽ തന്നെ 9 വനിതകൾ. മുസ്ലിം ലീഗ് ആദ്യ സമ്മേളനത്തെ ബഹിഷ്കരിച്ചു. ആദ്യ സമ്മേളനത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതാണ് JP കൃപലാനി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാരായി 2 പേരുണ്ടായിരുന്നു: HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഈ 2 പേരും കൃത്യമായി പഠിക്കേണ്ടതാണ്.
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപാധ്യക്ഷന്മാരാണ് HC മുഖർജി ആൻഡ് VT കൃഷ്ണമാചാരി. അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അടുത്തതായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ വിഭജനത്തെക്കുറിച്ച് നോക്കാം. ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആണ്. അതിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 296 ആണ്. ബാക്കി 93 അംഗങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റഡ് ചെയ്യപ്പെട്ടവരാണ്. 1946 ഓഗസ്റ്റ് 6-നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 296 ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് വന്ന അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നതാണ് 1946 ഓഗസ്റ്റ് 6-ന്. ഇനി ഈ 296 അംഗങ്ങളിൽ തന്നെ ഗവർണർ പ്രവിശ്യകളിൽ നിന്ന് വന്നവർ 292 ആണ്. ബാക്കി 4 പേർ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നാണ്. ഈ പ്രവിശ്യകളാണ് ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. അതായത് ഈ 4 പ്രവിശ്യകളാണ് ഗവർണർ പ്രവിശ്യകൾ: ഡൽഹി, അജ്മീർ, കൂർഗ്, ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ വനിതാ അംഗങ്ങൾ 17 അംഗങ്ങളാണ്. മലയാളി അംഗങ്ങളും 17 ആണ്. അപ്പോൾ വിഭജനത്തിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. അതിൽ തന്നെ 17 വനിതാ അംഗങ്ങളും 17 തന്നെ മലയാളി അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 17 മലയാളി അംഗങ്ങളിൽ തന്നെ 3 മലയാളി വനിതകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് മലയാളി അംഗങ്ങളുടെ എണ്ണം 17 ആണ്, വനിതാ അംഗങ്ങളുടെയും ടോട്ടൽ എണ്ണം 17 ആണ്. അതിൽ മലയാളി വനിതകളുടെ എണ്ണമാണ് 3. ഈ 3 മലയാളി വനിതകളുടെ പേരുകളും നമ്മൾ സ്ഥിരമായി പഠിക്കേണ്ടതാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കി. ഈ 3 പേരാണ് മലയാളി വനിതാ അംഗങ്ങൾ. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഏക മുസ്ലിം വനിതയായിരുന്നു ബീഗം ഐസ്വാസ് റസൂൽ. ഏക മുസ്ലിം വനിതാ അംഗമാണ് ബീഗം ഐസ്വാസ് റസൂൽ. അടുത്തതായി ഏക ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി അംഗങ്ങളിൽ ഉൾപ്പെട്ട മലയാളി വനിതയാണ് ദാക്ഷായണി വേലായുധൻ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ രൂപീകരണ സമയത്ത് ആകെ അംഗങ്ങളുടെ എണ്ണം 389 ആയിരുന്നെങ്കിൽ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ആകെ അംഗങ്ങളുടെ എണ്ണം 299 കുറഞ്ഞു. അതിൽ തന്നെ വനിതാ അംഗങ്ങളുടെ എണ്ണം 17 ആയിരുന്നു, അത് 15 മാറി. എന്നാൽ മലയാളി അംഗങ്ങളിൽ വ്യത്യാസമില്ല, അവർ 17 തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലയാളി വനിതകളുടെയും വ്യത്യാസമില്ല. 3 മലയാളി വനിതകളാണ് ഈ 17 അംഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത്. പേര് ശ്രദ്ധിക്കണം: അമ്മു സ്വാമിനാഥൻ, ആനി മസ്കിൻ, ദാക്ഷായണി വേലായുധൻ എന്നീ മലയാളി വനിതകളാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉൾപ്പെട്ട വനിതകൾ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HBR അയ്യങ്കാർ ആയിരുന്നു. പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നിയമ ഉപദേഷ്ടാവായിരുന്നു BN റാവു. ഈ ഭരണഘടനാ സഭ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചപ്പോൾ അതിലെ സ്പീക്കറായിരുന്നു GV മാവലങ്കാർ. അപ്പോൾ GV മാവലങ്കാർ ആയിരുന്നു നിയമനിർമ്മാണ സഭയായി 1947 നവംബർ 17-ന് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചപ്പോൾ ഉള്ള സ്പീക്കർ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ നിയമോപദേഷ്ടാവായിരുന്നു BN റാവു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 1947 നവംബർ 17-ന് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പാർട്ട് 2 എന്ന ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ കുറച്ചു കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ളൂ. അത്രയും കാര്യങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തെ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. വളരെയധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗങ്ങൾ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഭരണഘടനയുടെ നിർമ്മാണത്തിന് കാരണക്കാരായ വ്യക്തികൾ, പിന്നെ ക്യാബിനറ്റ് മിഷൻ, ആദ്യ സമ്മേളനം, അതിലെ അംഗങ്ങൾ, പിന്നെ അംഗങ്ങളുടെ വിഭജനം, ഇത്രയും വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുക.